ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ടൂർണമെന്റായ ഫിഫ വേൾഡ് കപ്പ് ഒരിക്കൽ ഒളിമ്പിക്സിനോട് നടന്ന ഒരു തർക്കത്തിന്റെ ഫലമായാണ് പിറന്നതെന്ന് എത്ര പേർക്കറിയാം? 1920കളിൽ ഒളിമ്പിക്സ് ആയിരുന്നു അന്താരാഷ്ട്ര ഫുട്ബോളിന്റെ ഏറ്റവും വലിയ വേദി. പക്ഷേ പ്രൊഫഷണൽ പ്ലേയേഴ്സിന്റെ പങ്കാളിത്തത്തിന് കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും യുറേഗെ 1924ലും 1928ലും ഒളിമ്പിക്സ് ഫുട്ബോൾ ഗോൾഡ് നേടി. യൂറോപ്പിലുടനീളം അവരുടെ മത്സരങ്ങൾ കാണാൻ വലിയ ജനക്കൂട്ടങ്ങളാണ് എത്തിയത്. ഫുട്ബോൾ എത്രത്തോളം ജനപ്രിയമാകുമെന്ന് ഫിഫ അപ്പോഴേക്ക് മനസ്സിലാക്കിയിരുന്നു. അന്നത്തെ ഫിഫ പ്രസിഡന്റ് ജോൺ റിമറ്റിന്റെ നേതൃത്വത്തിൽ ഒളിമ്പിക്സിന് പുറത്തായി ലോകത്തിലെ മികച്ച ടീമുകൾക്ക് സ്വന്തമായ ഒരു ലോക ചാമ്പ്യൻഷിപ്പ് നടത്താനുള്ള ആശയം ശക്തമായി. ഇതിനിടെ പ്രൊഫഷണൽ ഫുട്ബോളിനെ കുറിച്ചുള്ള ഫിഫയും ഒളിമ്പിക് മൂവ്മെന്റും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ശക്തമായി. ഇതേ തുടർന്ന് 1932 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ഫുട്ബോൾ ഉൾപ്പെടുത്തിയില്ല. അങ്ങനെ 1930 യുറേഗെ ചരിത്രത്തിൽ ആദ്യമായി ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിച്ചു. ക്വാളിഫിക്കേഷൻ മത്സരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ക്ഷണം സ്വീകരിച്ച 13 ടീമുകളാണ് ആദ്യ ലോകകപ്പ് കളിച്ചത്. ഫൈനലിൽ യുറേഗെ 4-2 അർജന്റീനയെ തോൽപ്പിച്ച് ആദ്യ ലോകകപ്പ് കിരീടം സ്വന്തമാക്കി. ഒളിമ്പിക്സിൽ നിന്നുണ്ടായ ഫുട്ബോളിന്റെ വളർച്ചയും ഫിഫയുടെ സ്വന്തം ലോക ടൂർണമെന്റ് എന്ന ആശയവും ചേർന്നാണ് ഇന്ന് നമ്മൾ അറിയുന്ന വേൾഡ് കപ്പിന്റെ തുടക്കം.